ലൈംഗിക പീഡന കേസിൽ കസ്റ്റഡിയിലായ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പരാതിയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് രഞ്ജിത്ത് മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം രഞ്ജിത്തിനെതിരെ തെളിവുകൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സൂചന. സിനിമാ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും അറിയുന്നു. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. സംവിധായകനും നടനുമായിട്ടുള്ള രഞ്ജിത്ത് ഇപ്പോൾ ലൈംഗികാതിക്രമ പരാതിയിൽ അറസ്റ്റിലായിരിക്കുന്നു. അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ആശുപത്രിയിൽ നിന്ന് നേരത്തെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ അവിടെ കയറ്റിയില്ല. അതിന് തൊട്ട് അവിടെ നിന്നും ജസ്റ്റ് ഇപ്പോൾ ഇറങ്ങി യാത്ര തുടരുകയാണ്. പോലീസ് വാഹനത്തിലെ നമ്മളും തൊട്ടുപുറകിൽ തന്നെ നമ്മൾ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതായത് തൊടുപുഴയിൽ നിന്ന് അറസ്റ്റിലായതിനു ശേഷം നേരെ കൊച്ചിയിലേക്ക് എത്തിക്കുകയായിരുന്നു. കൊച്ചിയിലേക്ക് എത്തിച്ച സമയത്ത് വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്താണ് ഉയർന്ന രക്തസമ്മർദ്ദവും ഒപ്പം തന്നെ ECGയിൽ വേരിയേഷനും കാണിച്ചത്. ഇത് കാണിച്ചതിനെ തുടർന്നാണ് പിന്നീട് അവിടെ അഡ്മിറ്റ് ആക്കുകയായിരുന്നു. കഴിഞ്ഞ 5 മണിക്കൂറായി ജനറൽ ആശുപത്രിയിലായിരുന്നു സംവിധായകൻ രഞ്ജിത്ത്. അതിനുശേഷം ഇപ്പോൾ ഡോക്ടർമാരുടെ പരിശോധനയിൽ മറ്റ് പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ ഈ രക്തസമ്മർദ്ദം എല്ലാം നോർമൽ ആയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആവുകയും പോലീസിന്റെ ദ്രുതഗതിയിലുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് ജനുവരി 8-ാം തീയതിയാണ് ഈ പരാതിക്കാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഫോർട്ട് കൊച്ചിയിലെ ഒരു ലൊക്കേഷനിൽ വെച്ച് കാരവനിലേക്ക് യുവനടിയെ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതുമാണ് ഈ പരാതിയുടെ ഒരു കാതൽ. അതിനുശേഷം ഈ കംപ്ലൈന്റ്, അതായത് സിനിമയ്ക്കകത്ത് തന്നെയുള്ള കംപ്ലൈന്റ് അതോറിറ്റിക്ക് ആദ്യം പരാതി നൽകുന്നു. അതിൽ വലിയ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം ഉടൻ തന്നെ DGPക്ക് പരാതി നൽകുന്നു. അതായത് ജനുവരിയിൽ തന്നെ അത് ICCക്ക് മുൻപാകെ ഈ പെൺകുട്ടി ഉന്നയിച്ചതാണ്. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടും ഒരു പക്ഷേ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് മാർച്ച് 27-ന് DGPക്ക് ആദ്യം ഈ പരാതി നൽകുന്നു. DGPയിൽ നിന്ന് അത് കമ്മീഷണർക്ക് കൈമാറുന്നു. കൊച്ചി കമ്മീഷണർക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ DCP ഈ കേസ് അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നുണ്ട്. അശ്വതി ജിജിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഉദയംപേരൂർ SHOക്ക് അന്വേഷണ ചുമതലയും നൽകി. അങ്ങനെ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും ഇതിൽ ഒരു കഴമ്പുണ്ട് എന്നുള്ളത് പ്രാഥമികമായി ബോധ്യപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ തൊടുപുഴയിലേക്ക്, അതായത് കോട്ടയത്ത് നിന്ന് തൊടുപുഴയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ തൊടുപുഴ മുട്ടത്ത് വെച്ച് വാഹനം തടയുകയും രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കൊച്ചിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം SIT അവിടെ എത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ശേഷമാണ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പരാതി അത് തീർത്തും വ്യാജം എന്നുള്ളതാണ് രഞ്ജിത്തിന്റെ മൊഴി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ രഞ്ജിത്ത് ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ആ രീതിക്കാണ് പ്രതികരിച്ചത്. ഇതേക്കുറിച്ച് അറിയില്ല, വ്യാജമാണോ എന്നുള്ളതിന് അതെ എന്നുള്ള ഒരു മറുപടി മാത്രമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വ്യാജം എന്നുള്ള പരാതി എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. അത് സിനിമാ സെറ്റുകളിലേക്ക് ഉൾപ്പെടെ വ്യാപിക്കുകയും ചെയ്യും. അന്ന് ഉണ്ടായിരുന്ന ആളുകൾ, സിനിമ ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്നുള്ളത് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടി വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരും. എന്തായാലും മലയാള സിനിമാ ലോകം തന്നെ വലിയ അമ്പരപ്പിലായിരിക്കുന്നു. കാരണം രഞ്ജിത്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സംവിധായകൻ അറസ്റ്റിലായിരിക്കുന്നു. ഇത് 3-ാമത്തെ തവണയാണ് അദ്ദേഹത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി ഉയർന്നു വരുന്നത്. മറ്റ് 2 കേസുകളും കോടതി പിന്നീട് റദ്ദാക്കിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഉയർന്നു വന്ന വിവാദങ്ങൾ അത് തെല്ലൊന്നുമല്ല ഉലച്ചത്. കാരണം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായിട്ടുള്ള രഞ്ജിത്ത് മലയാള സിനിമ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിരുന്നു. അതിൽ നിന്നും ഒക്കെ ഒരു മെല്ലപ്പോക്ക് രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കുന്നതിലുണ്ട് എന്ന വ്യാപക വിമർശനവും വിവാദങ്ങളും ഉണ്ടായതാണ്. അതിനുശേഷമാണ് സർക്കാർ ആ നടപടികളിലേക്ക് ഒക്കെ കടന്നത് എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. കുറച്ചു കാലമായി മലയാള സിനിമയിൽ വലിയ പ്രതിസന്ധി ഇല്ലാതെ പോകുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ നടൻ രഞ്ജിത്ത്, സംവിധായകനുമായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി വരികയും പോലീസ് വളരെ ദ്രുതഗതിയിൽ
രീതിയിൽ അതിൽ വളരെ ഗൗരവത്തോടു കൂടി അതിലൊരു ഇടപെടൽ ഉണ്ടാവുകയും അത് അറസ്റ്റിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ അന്ന് വലിയ ചർച്ചയായതാണ്. തുടരെ പൊട്ടുന്നു എന്നുള്ള പോലെ തന്നെയായിരുന്നു മീടു ആരോപണങ്ങൾ പലർക്കെതിരെയും ഉയർന്നു വരികയൊക്കെ ചെയ്തത്. പല കേസുകളിൽ നിന്നും പിന്നീട് ഈ ഇരകൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ, പോലീസ് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ അറിയിച്ച സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. രഞ്ജിത്തിനെതിരെ മുന്നേ ഉയർന്നു വന്നിട്ടുള്ള പ്രധാന പരാതി ഒരു ബംഗാൾ നടിയാണ് പരാതി ഉന്നയിച്ചത്. പക്ഷെ അവർക്ക് കേസുമായി പിന്നീട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിക്കുകയും അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയി. അങ്ങനെ ഈ കോടതി അത് റദ്ദാക്കുകയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മൂന്നാമത്തെ കേസ് വരുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി പോലീസ് രണ്ടാമത്തെ ദിവസം തന്നെ അതിൽ ഒരു നടപടി എടുക്കുന്നു എന്നുള്ളത് കൂടിയാണ്. കാരണം തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് രഞ്ജിത്തിനെതിരെ ഈ ഒരു പരാതി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും വൈകിപ്പിക്കാതെ സർക്കാർ അതിലൊരു നടപടികളിലേക്ക് കടന്നു എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ അതിൽ വായിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ഒരു വാഹനം തടഞ്ഞ് രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു, പിന്നീട് അത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, ഇപ്പോൾ ഇതാ രാവിലെ തന്നെ മജിസ്ട്രേറ്റിനെ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി ഈ പരാതി വ്യാജമെന്ന് പറയുമ്പോൾ അത് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൃത്യതയും വ്യക്തതയും വരേണ്ടതുണ്ട്. കോടതി എന്ത് നടപടി എടുക്കുമെന്നുള്ളതുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ലൈംഗിക അതിക്രമ പരാതി അതുപോലെ തന്നെ ഉൾപ്പെടെയാണ് എടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമ പരാതി ഉൾപ്പെടെയാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്യായമായി തടഞ്ഞുവെക്കൽ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേസുകൾ എടുത്തുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാനുള്ള വകുപ്പുണ്ടോ അല്ലെങ്കിൽ അതാണോ ചുമത്തിയിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു നമുക്ക് അറിയാൻ കഴിയുകയില്ല. കാരണം കോടതിയുടെ വിവേചനാധികാരമാണ്. അല്പസമയത്തിന് അകം തന്നെ അങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. പക്ഷേ അമ്പരപ്പിക്കുന്ന ഒരു അറസ്റ്റ്, അതിനെ തുടർന്നൊരു നാടകീയ സംഭവങ്ങൾ അത് തൊടുപുഴയിലും കൊച്ചിയിലുമായി ഇതാ നടക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്നുള്ളതും തീർച്ചയാണ്. കാരണം അമ്മയിൽ മാത്രമല്ല ഫെഫ്കയിലായാലും സംവിധായക സംഘടനയിലും എല്ലാം തന്നെ സജീവ മെമ്പറായി നിൽക്കുന്ന രഞ്ജിത്തിനെതിരെ വലിയ കൃത്യമായിട്ടുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം. SKN ഇപ്പോൾ ഇതാ അങ്ങോട്ടേക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. ഓക്കെ, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.